ഞങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കരഞ്ഞു. ഏതായാലും അവളെ യാത്ര അയച്ചു. ഞങ്ങളെ വീട്ടിലെ ഞങ്ങളെ ജനറേഷനിലെ അവസാന കല്യാണം. അങ്ങനെ ഹൽദി അങ്ങോട്ട് തുടങ്ങി. മഞ്ഞലഡു, ഓറഞ്ച് ജിലേബി, അങ്ങനത്തെ വിവിധ തരം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ബർസുവിൻ്റെ ടൈം ലഡു ആണെങ്കിലും ജിലേബി ആണെങ്കിലും ലിമിറ്റില്ലാതെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. മാഷാല്ലാ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ബർസുവിനെയും കുട്ടിയും ഗ്രൂപ്പായിട്ടും ഒക്കെ ഫോട്ടോ എടുത്ത് അങ്ങനെ ഹൽദി ഉഷാറാക്കിട്ടോ. അതിൻ്റെ അടുത്ത് ബർസു എനിക്ക് നല്ലൊരു മുല്ലപ്പൂ കൊണ്ടുവന്ന് ഒരു കിസ്സും. ബോയ്സിൻ്റെ ഒരു അവസ്ഥയും കല്യാണത്തലേന്ന് മുട്ടിപ്പാട്ടുമൊക്കെ ആയിട്ട് രംഗം അങ്ങോട്ട് തുടങ്ങിയിട്ടോ. മുട്ടിപ്പാട്ട് അങ്ങോട്ട് മുറുകിയപ്പം ഡാൻസ് ഒക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടോ. എല്ലാവരും സ്റ്റേജിലൊക്കെ കയറി നല്ല നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള ടൈമായിരുന്നു കേട്ടോ. അടിപൊളി ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. പെട്ടെന്ന് അളിയൻ്റെ വക ഒരു സർപ്രൈസ് എൻട്രി. അളിയൻ ചെറിയൊരു കേക്കൊക്കെ ആയിട്ട് വന്ന് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് ബർസൂനും എല്ലാവർക്കും കൊടുത്ത് നല്ലൊരു ഡാൻസൊക്കെ പാസ്സാക്കി. ഏതായാലും നല്ല സർപ്രൈസ് എൻട്രി ആയിരുന്നു. എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി ഗൈസ്. അങ്ങനെ അളിയന്മാരുടെ വകയും ബർസൂൻ്റെ വകയൊക്കെ നല്ല അടിപൊളി ഡാൻസ് അവിടെ അരങ്ങേറിയിട്ടോ. പിന്നെ ഇപ്പം ഞാനായിട്ട് കുറയ്ക്കരുതല്ലോ. ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലെങ്കിലും അറിയുമ്പോലൊക്കെ അങ്ങോട്ട് കളിച്ച്. പിന്നെ അടുത്ത പരിപാടിയാണ് ഗാനളയമ. സംഭവം പോലെ കെട്ടിപ്പോയേക്കാണ് ചേച്ചി നമ്മളെ പാട്ടുപാടി ഇങ്ങനെ ഉറപ്പിക്കണം. ഞാൻ പിന്നെ യേശുദാസിന് പിങ്കാമി എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഗാനളയമ പിരിച്ചുവിടാൻ വേണ്ടി മൈക്ക് ബർജുന അതിലങ്ങ് കൊടുത്ത്. അങ്ങനെ ആ ദിവസം വന്നെത്തി മക്കളെ, കല്യാണ ദിവസം. മണവാട്ടിയൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടോ. മാഷാല്ലാ അടിപൊളി ലുക്ക് തന്നെ. ഇതാ നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ മണവാളിനും മണവാട്ടിയും. അങ്ങനെ ഗസ്റ്റുകളൊക്കെ തകൃതിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ. കല്യാണത്തിൻ്റെ പീക്ക് ടൈമാണ്. അങ്ങനെ ആ പീക്ക് ടൈമിൽ മണവാളൻ്റെ എൻട്രി. അങ്ങനെ മണവാളൻ വന്ന് നേരെ സ്റ്റേജിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു. പിന്നെ ആളെ കാണുന്നില്ല, ആര് മണവാട്ടി. അങ്ങനെ നിൽക്കുന്ന നേരം മണവാട്ടിൻ്റെ ഒരു ഗ്രാൻഡ് എൻട്രി. അങ്ങനെ മണവാളനും മണവാട്ടിയും സ്റ്റേജിൽ അടിച്ചു പൊളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സർപ്രൈസ്. അതായത് പെങ്ങളെ വക അളിയന് ചെറിയൊരു ഗിഫ്റ്റ്. ഏതായാലും അതൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുത്ത ഒരു മൊമെൻ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ പോയി ഭക്ഷണം കഴിച്ച് സ്വാഭാവികമായിട്ടും അളിയൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമല്ലോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോളിനാക്കിയാൽ പോരെ, വീട്ടിൽ നിന്ന് എന്തിനാണ് നടത്തിയതെന്നൊക്കെ. പക്ഷേ വീട്ടിൽ നിന്നും ഈ നടക്കുന്ന കല്യാണത്തിൻ്റെ സന്തോഷവും ആ മൊമെൻറ്റും ആ എക്സ്പീരിയൻസും വേറെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പെങ്ങളെ ഇറങ്ങാൻ നേരം കുറച്ച് ഒന്ന് കണ്ണ് കലങ്ങിയിട്ടോ എല്ലാവരുടെയും. പെങ്ങളും കരഞ്ഞു, ഞങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കരഞ്ഞു. ഏതായാലും അവളെ യാത്ര അയച്ചു. പിന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതാ അവൾ കയറി പോവാണ്. അങ്ങനെ മണവാളിനെയും മണവാട്ടിനെയും അവിടെ കൊണ്ടുവിടാൻ വേണ്ടി മൂത്ത പെങ്ങളെ അണ്ടറിൽ ഒരു 3-4 ആൾക്കാരുടെ കൂടെ എസ്കോട്ട് പോയിട്ടോ. ഒക്കെ കാർ എടുത്ത് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പെട്ടെന്ന് പ്ലാൻ അങ്ങോട്ട് മാറ്റി ടൂറിസ്റ്റ് ബസ്സിൽ നമ്മളങ്ങോട്ട് എല്ലാവരും കയറി ഡാൻസൊക്കെ കളിച്ച് നല്ല അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ എത്തിയാൽ ആ മണവാളിനും മണവാട്ടിയും അതാ നിൽക്കുന്ന. ആകെ ഒരു പെങ്ങളല്ലേ ഇനിയുള്ളൂ. കോസ്റ്റ്യൂമൊന്നും മോശമാക്കണ്ടെന്ന് വിചാരിച്ച് ഇലാനും ഞാനും റീനും ബർസും ഒക്കെ നല്ല അടിപൊളി കോസ്റ്റ്യൂമിലായിട്ടോ പോയത്. പിക്ക് എടുക്കാൻ വേണ്ടി ആര് സ്റ്റേജിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ബർസു മുന്നിലോ സൈഡിലോ ഒക്കെ നിന്ന് ഇങ്ങനെ അലമ്പാക്കിട്ടോ. അങ്ങനെ ബർസുവിനെ സൈഡാക്കാൻ നോക്കിയാലും ബർസു ആറ്റിറ്റ്യൂഡ് ഇട്ട് കളി തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരെയും കണ്ട് ബായ് പറഞ്ഞ്, പെങ്ങളെയും കണ്ട് ബായ് പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. തിരിച്ചു പോരുന്ന നേരം എന്താണെന്നറിയില്ല, വീട്ടിൽ ഇതുവരെ ഉണ്ടായിക്കൊണ്ടുന്ന ഒരാൾ ഇനി മിസ്സിങ് ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയോട് കൂടി ഞങ്ങൾ യാത്ര ആയിട്ടോ. അപ്പം ബൈ.